നമസ്കാരം. പാകിസ്ഥാനിൽ തീവ്രവാദികൾക്ക് ഇത് വീണ്ടും കഷ്ടകാലത്തിൻ്റെ സമയമാണ്. അജ്ഞാതരായ തോക്കുധാരികൾ അവിടെ നിരനിരയായി പ്രധാനപ്പെട്ട ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ വെടിവെച്ച് കൊല്ലുകയാണ്. ഏറ്റവും ഒടുവിലായി ലഷ്കർ ഇ തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു അനുയായിയാണ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലാണ് ഈ വെടിവെപ്പ് നടന്നത്. ഷെയ്ഖ് യൂസഫ് അഫ്രീദി എന്ന ഭീകരനാണ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. ഇയാളെ തെരുവിൽ വെച്ച് തന്നെയാണ് അജ്ഞാതർ വെടിവെച്ച് കൊന്നത് എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇയാളെ തോക്കുധാരികൾ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ ഈ തോക്കുമായി എത്തിയ ആളുകളെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇയാളെ വെടിവെച്ചതിന് ശേഷം ഇയാൾ വധിക്കപ്പെട്ടു, ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഈ തോക്കുധാരികൾ അവിടെ നിന്ന് പോയത് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ മേഖലയാകെ തന്നെ ഇപ്പോൾ സുരക്ഷാ ഭടന്മാർ വളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ അജ്ഞാതര തോക്കുധാരികളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. ഇവർ ആരാണ് എന്താണെന്നതിനെക്കുറിച്ചൊന്നും തന്നെ ആർക്കും ഒരു ധാരണയുമില്ല. ഈ അഫ്രീദി ആൾ ചെറിയ മീനല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ ഹാഫിസ് സയ്യിദിൻ്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി എന്നുള്ള നിലയിൽ നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യയിൽ കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഏകോപന ചുമതല ഇയാൾക്കാണെന്നാണ് പറയപ്പെടുന്നത്. കാശ്മീരിൽ നടന്ന പല തീവ്രവാദി ആക്രമണങ്ങൾക്കും പിന്നിൽ ഇയാളുടെ ബുദ്ധിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, സംഘടനയ്ക്ക് പണമുണ്ടാക്കി കൊടുക്കുക തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നത് ഇയാളാണ്. ഇവിടെയെല്ലാം തീവ്രവാദി ആക്രമണങ്ങൾ നടത്തണം എന്നുള്ള കാര്യം ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതുമൊക്കെ തന്നെ ഇയാളുടെ ചുമതലയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കത്തിൽ ലഷ്കർ ഇ തോയ്ബയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ ഈ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഹാഫിസ് സയ്യിദിൻ്റെ മറ്റൊരു അനുയായിയായ അമീർ ഹംസ അജ്ഞാതരുടെ വെടിയേറ്റ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ നില അതീവ ഗുരുതരമാണെന്നും ഇയാൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോഴും ഇയാളുടെ നില വളരെ മോശമായി തന്നെ തുടരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കാം ഇപ്പോൾ അഫ്രീദിയെ വെടിവെക്കാനെത്തിയ അജ്ഞാതർ ഇയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത്. ഏതായാലും ഈ 2026 എന്ന വർഷം ആരംഭിച്ചതിന് ശേഷം നിരവധി ലഷ്കർ ഇ തോയ്ബ നേതാക്കളാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നത്. ഇവരെല്ലാവരും തന്നെ അജ്ഞാതരുടെ വെടിയേറ്റാണ് മരിച്ചത്. ഇവരാരെയും വെടിവെച്ച വ്യക്തികളെ ഇനി പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. കഴിഞ്ഞ മാസമാണ് മൗലാന ഖാസിഫ് അലി എന്ന ലഷ്കർ ഇ തോയ്ബയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് അയാളുടെ വീടിന് മുന്നിൽ വെടിയേറ്റ് മരിച്ചത്. ഇയാളെയും അജ്ഞാതർ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. വെടിവെച്ചവരെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടുമില്ല. ഹാഫിസ് സയ്യിദിൻ്റെ സഹോദരി ഭർത്താവാണ് ഇയാളെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പാകിസ്ഥാനിലെ ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി അജ്ഞാതർ അവരെ നിരന്തരമായി വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പലപ്പോഴും ഇവർ ഇക്കാര്യത്തിനായി ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത് എങ്കിലും ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ ധാരണ ആർക്കും ലഭിച്ചിട്ടില്ല. കൂടാതെ പാകിസ്ഥാൻ സർക്കാർ തന്നെ പാകിസ്ഥാനിലെ വിവിധ മേഖലകൾ, അതായത് ബലൂചിസ്ഥാൻ പോലുള്ള പ്രവിശ്യകളിലൊക്കെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേർക്ക് നിരന്തരമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ബോംബാക്രമണം പോലും പാകിസ്ഥാൻ പട്ടാളം ഈ ഭാഗത്ത് ജനങ്ങൾക്ക് നേരെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇപ്പോൾ പാകിസ്ഥാൻ വിരുദ്ധ ഭീകര സംഘടനകൾ ധാരാളമായി പൊട്ടിമുളയ്ക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ആണോ ഈ ദൗത്യം ഏറ്റെടുത്ത് ഇയാളെ വെടിവെച്ച് കൊന്നത് എന്നുള്ള സംശയവും ഉയരുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അമേരിക്ക യുദ്ധം തീർക്കാൻ മധ്യസ്ഥത വഹിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഈ തീവ്രവാദി ആക്രമണങ്ങളെ നേരിടാനോ അതല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാനോ പോലും കഴിയാത്ത അവസ്ഥയാണ് അവർക്കുള്ളത്. പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കൾക്കെല്ലാം തന്നെ നേരത്തെ അഭയമൊരുക്കിയിരുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം പാകിസ്ഥാനിൽ വളരെ സജീവമാകുന്ന ഒരു അവസ്ഥയിൽ ഇവരുടെ വിരുദ്ധ ഗ്രൂപ്പുകളും പാകിസ്ഥാനിൽ സജീവമാവുകയും അങ്ങനെ തങ്ങളുടെ എതിരാളികളെ, അതായത് ഭീകര പ്രസ്ഥാനത്തിലെ തങ്ങളുടെ എതിരാളികളെ വെടിവെച്ച് വീഴ്ത്തുന്ന രീതിയും അവിടെ നിരന്തരമായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അഫ്രീദിയെ പോലുള്ള തീവ്രവാദികളുടെ വധം ഏറെ ആശ്വാസകരമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇയാളാണ് പലപ്പോഴും കാശ്മീരിൽ നടന്ന പല തീവ്രവാദി ആക്രമണങ്ങളുടെയും ബുദ്ധി കേന്ദ്രം എന്നുള്ള ആ കാര്യം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും തന്നെ സുരക്ഷിതരായി പാകിസ്ഥാൻ സർക്കാർ നൽകിയ അഭയന്തരങ്ങളിൽ ഒളിച്ചിരുന്നത് കൊണ്ടാണ് ഇവരെ ഒന്നും തന്നെ പിടികൂടാൻ കഴിയാതെ വന്നിരുന്നത്. പക്ഷേ അജ്ഞാതർ ഇറങ്ങുമ്പോൾ പിന്നെ ഇവർക്ക് കൊല്ലപ്പെടാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. ഏതായാലും പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. നേരത്തെ ഇത്തരത്തിലുള്ള പല തീവ്രവാദി നേതാക്കളും കൊല്ലപ്പെട്ട സമയത്തൊക്കെ തന്നെ പാകിസ്ഥാനിലെ പല പ്രമുഖരായ വ്യക്തികൾ ഇത് ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കുറ്റപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഇന്ത്യ ഒരിക്കലും മറ്റു രാജ്യങ്ങളിൽ പോയി തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ശീലം നമുക്കില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഏതായാലും ഈ അഫ്രീദിയെ പോലുള്ള ഒരു വലിയ ഭീകരവാദിയുടെ വധം
ആഗോളതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പാകിസ്ഥാൻ ഇയാളെ, എന്നാൽ ഈ അഫ്രീദി ഉൾപ്പെടെയുള്ളവരുടെ ഈ ഒരു വധം ആഗോളതലത്തിൽ തന്നെ ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ട്. കാരണം അഫ്രീദിയും അമേരിക്ക കൊടും തീവ്രവാദിയായി പ്രഖ്യാപിച്ച ഒരു ഭീകരനാണ്.